ഇന്ന് മാർച്ച് 23 തിങ്കളാഴ്ച. ഇന്നും നാളെയും അതുപോലെ വരും ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ ഗാർഹിക LPG ഉപഭോക്താക്കളും ഇന്ത്യൻ, ഭാരത്, HP തുടങ്ങിയ എല്ലാ ഉപഭോക്താക്കളും ആധാർ അധിഷ്ഠിത EKYC മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തിയാക്കണം. സബ്സിഡി ലഭിക്കുന്നതിനും ഗ്യാസ് കണക്ഷൻ തടസ്സമില്ലാതെ തുടരുന്നതിനും ഇത് അത്യാവശ്യമാണ്. മൊബൈൽ ആപ്പുകൾ വഴിയോ ഗ്യാസ് ഏജൻസി വഴിയോ ഇത് ചെയ്യാവുന്നതാണ്. മൊബൈൽ വഴി എങ്ങനെയാണ് EKYC ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ ഔദ്യോഗിക ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആധാർ ഫേസ് ID ആപ്പും ഇൻസ്റ്റാൾ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. EKYC അല്ലെങ്കിൽ ആധാർ ഒതന്റിഫിക്കേഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മുഖം കാണിച്ച് പരിശോധന പൂർത്തിയാക്കുക. അതായത് ഫേസ് ഒതന്റിഫിക്കേഷൻ വഴി പരിശോധന പൂർത്തിയാക്കുക. ഏജൻസിയിൽ നേരിട്ട് ചെന്ന് വിരലടയാളം നൽകി EKYC പൂർത്തിയാക്കാം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് ഓരോ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിലും ഇത് പുതുക്കേണ്ടതുണ്ട്. അടുത്ത അറിയിപ്പ്, മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് 25 മുതൽ ആരംഭിക്കുന്നു. 2 മാസത്തെ പെൻഷനുള്ള തുക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും മുമ്പേ അനുവദിച്ചിരുന്നു. 2 മാസത്തെയും കൂടി 4000 രൂപയോളമാണ് കയ്യിൽ കിട്ടുക. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം 31 മുതൽ വിതരണം ചെയ്യും. വിഷു പ്രമാണിച്ചാണ് ഏപ്രിലെ ക്ഷേമ പെൻഷൻ നേരത്തെ നൽകുന്നതെന്നാണ് വിശദീകരണം. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വിതരണം പൂർത്തിയാക്കും. അടുത്ത അറിയിപ്പ്, ഇന്നുച്ചയ്ക്കും സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഏറെ നാളായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവില ഇന്ന് 2 തവണയായി 7560 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് 99,480 രൂപയായി. ഗ്രാമിന് 945 രൂപ കുറഞ്ഞ് 12,435 രൂപയായി. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.